റോൺ വെയ്ൻ എന്നൊരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? വെറും $800 അദ്ദേഹം കുറച്ച് ഷെയറുകൾ 2 സുഹൃത്തുക്കൾക്ക് വിറ്റിരുന്നു. എന്നാൽ ഇന്ന് ആ ഷെയറിന്റെ വില 345 ബില്യൺ വരും. ആ കമ്പനിയുടെ പേരാണ് ആപ്പിൾ. ആൻഡ് സുഹൃത്തുക്കളുടെ പേരാണ് സ്റ്റീവ് ജോബ്സ് ആൻഡ് വോസ്നിയാക്. സ്റ്റീവ് ജോബ്സ് പോലും വിചാരിച്ചു കാണില്ല ആപ്പിൾ ഇങ്ങനെ വളരുമെന്ന്. പക്ഷേ ഫ്യൂച്ചർ ഗ്രോത്ത് ഉറപ്പുള്ള, കൺസ്യൂമേഴ്സും ഗവൺമെന്റും ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രി, അതിന്റെ ബാക്ക് ബോൺ ആയ ഒരു ബിസിനസ്, തുടക്കത്തിലെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സോളിഡ് അവസരം. ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് തീരുമാനിക്കും? ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് നൽകുന്നുണ്ട്. വണ്ടികളുടെ എണ്ണം കൂടുന്തോറും ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഡിമാൻഡും കൂടും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. കാത്തിരുന്ന് പയ്യെ തുടങ്ങാമെന്ന് വെച്ചാൽ റെഗുലേഷൻസ് മൂലം ഇന്ന് ലഭിക്കുന്ന പല ഗവൺമെന്റ് സപ്പോർട്ടും കിട്ടണമെന്നില്ല. ഒരു പാസീവ് ഇൻകമായി കണക്കാക്കി തുടങ്ങിയാൽ പോലും നാളത്തെ പ്രൈമറി ഇൻകമായി ചാർജിംഗ് സ്റ്റേഷനുകൾ മാറും. എന്താണ് നിങ്ങളുടെ തീരുമാനം? അതൊരു യെസ് ആണെങ്കിൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലീഡിംഗ് EV ചാർജിംഗ് സ്റ്റേഷൻ പ്രൊവൈഡറായ GoEC നിങ്ങളോടൊപ്പമുണ്ട്. 200+ ചാർജിംഗ് സ്റ്റേഷനുകളോടെ അനേർട്ട് എംപാനൽ സർവീസ് പ്രൊവൈഡറായ GoEC ഗ്യാരണ്ടീഡ് റിട്ടേൺസോടെയാണ് ഫ്രാഞ്ചൈസികൾ ക്ഷണിക്കുന്നത്. ഈ അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. EV ചാർജിംഗ് സ്റ്റേഷൻ ബിസിനസിനെ പറ്റി കൂടുതൽ അറിയാൻ ക്ലിക്ക് ദ ലിങ്ക് ബിലോ.